ഇവിടുത്തെ റിസർവേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം. റിസർവേഷൻ ശരിക്കും ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ യൂണിയൻ സിവിൽ കോഡ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. മറ്റു രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ റിസർവേഷനില്ല, ഒരു പ്രശ്നമില്ല. അതിന് കഴിവുണ്ട്, അവന് ജോലിയുണ്ട്. കഴിവില്ല, ജോലിയില്ല. ആ കഴിവല്ലേ പരിഗണിക്കേണ്ടത്. വേറെ ആരെയും ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരേണ്ടത്. സത്യമാണ്, അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് എത്രയോ മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ റിസർവേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും സമൂഹത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലെത്തി നിൽക്കും പോലും ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങാൻ കഴിക്കാൻ പറ്റാത്ത എൻ്റെ ഇതിൽപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ടെന്നറിയാം. എനിക്കിപ്പോഴും വളരെ സ്പഷ്ടമായിട്ട് അറിയാവുന്നു. ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് അവർ പിന്നെ ഈ എന്താണ് പറയുക, ഈ അഭിമാനം ഭയങ്കര പ്രശ്നമാണ്. അഭിമാനമല്ല, ദുരഭിമാനം തന്നെ പറയാം. അത് കാരണം ആരോടും മിണ്ടുന്നില്ല എന്നുള്ളതുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറേ ആൾക്കാരെ വെയിലത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ക്യൂവിൽ നിൽക്കുന്ന ഒരാളെ ഒരുത്തനെ വിളിച്ച് മാത്രം നാരങ്ങാവെള്ളം കൊടുക്കുക, ബാക്കിയുള്ളവരൊക്കെ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി അത് വളരെ തീവ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം കൊണ്ടാണ്. അന്ന് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് തോന്നാവുന്നൊരു കാര്യമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും അന്നൊരു വല്ലാത്ത ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നുന്നുണ്ട്. ഈ പറഞ്ഞാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും മറ്റുള്ള ആൾക്കാരെ ബ്രാഹ്മണനാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പൂണിലിടിച്ച മന്ത്രങ്ങളൊക്കെ ചൊല്ലിച്ച്. ഞാനൊന്ന് ശ്രമിച്ചത് നേരെ തിരിച്ച്, ഞാൻ എങ്ങനെയൊരു ഈ റിസർവേഷൻ കാറ്റഗറിയിലേക്ക് എനിക്കെങ്ങനെ പോകാൻ പറ്റുമെന്ന് ചിന്തിച്ചൊരു കാലഘട്ടം കൂടിയായിരുന്നു.